ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാട്ടോ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുക. എന്നോട് സജഷൻസും പറയാം കേട്ടോ. എൻ്റെ ഇപ്പം ഞാൻ ഷോർട്സിലെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ കുക്കിംഗ് വീഡിയോസാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ശനിയാഴ്ച മാർക്കറ്റ് വരെ ഒന്ന് പോയി കണ്ടാലോ? നമുക്ക് പോകാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നസിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ റോഡിനടുത്താട്ടോ. ഇത് ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നസീർന്നൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കാണ് താമസിക്കുന്നത്. അപ്പം ഉൾനാട്ട് കാഴ്ചകളാട്ടോ. ഇതൊക്കെ ഒരു സെറ്റിൽമെൻറ്റ്സ് ആട്ടോ. ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് ഗവൺമെൻറ് വെച്ച് കൊടുത്ത വീടുകളാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഇത്. ഇവിടെ ഇങ്ങനെയാണ്. ഈ കാണുന്നത് ഇവരുടെ പൊതുവായിട്ടുള്ള ശൗചാലയമാട്ടോ. ഇതൊക്കെ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പാടങ്ങളെല്ലാം എന്താ പറയുക, നിരപ്പാക്കിയിട്ട് പാടങ്ങളെല്ലാം കളഞ്ഞ് അവിടെ വീടുകളും പിന്നെ കടകളും അങ്ങനെ കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്താ നമ്മളിപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് ഇവർ എത്തിപ്പെടുക. ഇതൊരു തോടെന്നും പറയാം, പുഴയെന്നും പറയാം. ഇപ്പോൾ ഇത് നല്ല വീതിയൊക്കെ ഉണ്ട്, പക്ഷേ വേസ്റ്റെല്ലാം ഇട്ടത് ഒരു മോശം. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. തുടക്കത്തിൽ തന്നെ ഡ്രസ്സ്, ചൂല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ വഴിയോരത്ത്. ഇത് റോഡിൻ്റെ സൈഡിൽ തൊട്ട് തുടങ്ങും. ഇത് മാർക്കറ്റ് തന്നെയായിട്ട് ഉള്ളിലുണ്ട്. നമ്മൾ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന കേട്ടോ ഈ കടയിൽ നിന്ന്, അല്ല ഈ വഴിയോര ആ ചേട്ടൻ്റെ അടുത്തു നിന്ന്. അവിടെയാണ് സ്ഥിരം നമുക്ക് നമ്മുടെ നേന്ത്രക്കായ പഴം കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ കച്ചവടങ്ങളാട്ടോ. അത് തുണിയായിട്ടും പച്ചക്കറി ആയിട്ടും. ഇപ്പോൾ തൊട്ടടുത്ത് പച്ചക്കറിയുടെ തൊട്ടടുത്തായിരിക്കും ഉണക്കമീൻ വെക്കുന്നത്. പൂക്കളുടെയൊക്കെ തൊട്ടടുത്തുകൊണ്ട് ഉണക്കമീനൊക്കെ വെക്കും. രസം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീനൊക്കെ വെച്ചേക്കുന്നത്. ഉണക്കമീൻ, ചെരുപ്പ്. ഇവിടെ കറുവാടെന്നാട്ടോ ഉണക്കമീനിന് പറയുന്നത്. ഫ്രൂട്ട്സ്. നമ്മൾ തന്നെ എൻ്റർ ചെയ്യുക കേട്ടോ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്. ഇത് ഇവർ ഗവൺമെൻറ് കച്ചവടക്കാർക്ക് വേണ്ടി അലോട്ട് ചെയ്തേക്കുന്ന സ്ഥലം. ഇത് വാടകയുണ്ട് കേട്ടോ. ഇവർ ഈ കച്ചവടക്കാർ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, മാറി അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അവരെടുത്തേക്കുന്ന സ്ഥലത്തിന് അവർ 1000 രൂപ മുകളിലേക്കോ അങ്ങനെ എന്തോ വേണ്ട അവർ വാടക കൊടുക്കുന്നുണ്ട്. കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ല ഇവിടെ ആൾക്കാരെ അങ്ങനെ. ഒരു മലയാളി ചേട്ടനുണ്ട് കേട്ടോ ഇവിടെ തട്ടുകട നടത്തുന്നത്. വരുമ്പോൾ കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഇരിക്കുന്നതിനൊക്കെ 20 രൂപ. ഫ്രൂട്ട്സിനല്ല, ഫ്രൂട്ട്സിന് 50 അത്. പക്ഷെ ഒത്തിരിയൊന്നും ഉണ്ടാകില്ല കേട്ടോ. ഇത് കണ്ടോ, ചെറിയൊരു ഇതിന് 20 രൂപ. എനിക്ക് നാട്ടിലെ കേട്ടോ കുറച്ചും കൂടി. നമ്മൾ കിലോ കണക്കിന് വാങ്ങിയിട്ട് ഇവിടെ ഇതിന് ഇങ്ങനെ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ പറ്റിക്കപ്പെടുവാണോ എന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. നമുക്ക് ഈ എന്താ പറയുക, 20 രൂപയൊക്കെ ഇതിന് കൊടുക്കണോ എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമ്മളിപ്പോൾ ഒരു ഇഞ്ചിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു കഷ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ തൂക്കത്തിനുള്ള വില നമ്മൾ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയല്ല. 20 രൂപ അത് കൊടുക്കണം. ആ പാത്രത്തിൽ എത്ര വെച്ചിട്ടുണ്ടോ അതിന് കൊടുക്കണം. ഇവർക്ക് ഒരുപാടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ തരും. ഇല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചൊക്കെ കാണുകയുള്ളൂ. അത് ഓരോ ആൾക്കാരെ നോക്കിയെടുക്കണം. നമ്മൾ ആദ്യമേ തമിഴ്നാട് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത പറയാം. നിങ്ങൾ ആദ്യം വന്നിട്ട് ഒന്നും കാണുന്നിടത്തൊന്നും മേടിക്കരുത്. നിങ്ങൾ 2 പ്രാവശ്യം ഇങ്ങനെ നടക്കുക. ഒന്ന് മാർക്കറ്റ് നിരീക്ഷിച്ച് പഠിച്ചിട്ട് മാത്രം വാങ്ങുക. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടും. ഇവിടെ ഞങ്ങൾ നാരങ്ങ എടുത്താട്ടോ. ഇതുണ്ട് ഇതിനകത്ത് കിടക്കുന്നത്. ഈ ഒരു നാരങ്ങയ്ക്ക് ഞങ്ങൾ എടുത്തതിന് 20 രൂപയാണ്. നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് നാരങ്ങ 2.5 കിലോയ്ക്ക് 100-ന് കിട്ടി. അപ്പോൾ ഇത് കാണുമ്പോഴേ വല്ലാത്തൊരു പ്രശ്നം. ഈ നാട്ടുകാർക്ക് ഇതൊക്കെ ആയിട്ട് ശീലമായതുകൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ മേടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ഈ ഇരിക്കുന്ന തറ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ, ഇവിടെ എന്താ പറയുക, അവർക്ക് റെൻ്റുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ ആ റെൻറ്റ് കൊടുക്കുന്നിടത്ത് നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അവർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവർ വന്നാലും വന്നില്ലെങ്കിലും ആ റെൻറ്റ് കൊടുക്കേണ്ടി വരും അവർക്ക്. അങ്ങനെയാണ്. ഇതുണ്ടോ, നമ്മുടെ സമോസ ഉണ്ടാക്കുന്നുണ്ടോ. ഉള്ളി, വെങ്കായം എന്ന് പറയും. ചിന്ന വെങ്കായം, പെരിയ വെങ്കായം. സവാള, പെരിയ വെങ്കായം, ഇത് ചിന്ന വെങ്കായം. ഞങ്ങളൊരു 3 കിലോ എടുത്തിട്ടോ. 3 കിലോയ്ക്ക് 100 രൂപ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഉള്ളി കുറച്ച് അധികം എടുത്ത്. പിന്നെ ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ
ഞങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും എന്താ പറയുക മേടിക്കാനുണ്ടായിരുന്നില്ല, എല്ലാം വീട്ടിലുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ടാട്ടോ, ഇതിനി എപ്പോൾ സമയം കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ കിട്ടിയിരുന്ന ഏട്ടൻ ഫ്രീ ആയിരുന്ന സമയത്ത് ഞങ്ങൾ വന്നെടുത്തതാട്ടോ. എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഏട്ടൻ മാത്രം പോയി എടുക്കും. ഇന്നിപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നും എല്ലാം വീട്ടിൽ ഇരിപ്പുണ്ട്. ഇന്നിപ്പോൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് മതി. പൂവിനൊക്കെ ആ ഒരു കെട്ടിന് 50 രൂപയൊക്കെ ആട്ടോ, ചിലപ്പോൾ 30 രൂപ. അത് മാർക്കറ്റിലെ വില കയറുന്ന. ഈ ചേട്ടൻ മലയാളിയാണ് ഇവിടുത്തെ. ഞാൻ അവരുടെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ആൾക്കാരുടെ ഫേസ് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഫേസൊന്നും ഒത്തിരി എടുത്തിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ അറിയാതെ ആരെങ്കിലും കയറുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഫേസായിട്ട് ഇങ്ങനെ എടുത്ത്. ഈ തേങ്ങ കണ്ടു, ഇവിടുത്തെ തേങ്ങ വില ഭയങ്കര കോമഡിയാണ്. 20, 25, 30 അങ്ങനെയാണ് ഇവിടുത്തെ തേങ്ങയുടെ വിലയൊക്കെ ഇരിക്കുന്നത്. ഇത് റോഡിന് അപ്പുറത്തും ഇപ്പുറത്തും ഈ കടകൾ ഉള്ളതുകൊണ്ട് വണ്ടി വരുമോ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. സൂക്ഷിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ പറ്റും കേട്ടോ. ഇവിടെ ഇതും എന്താ പറയുക, ഈ ലോങ് റൂട്ടൊക്കെ പോകുന്ന ബസ്സൊക്കെ വരുന്ന വഴിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈവേ ആണ്, 200 മീറ്റർ കിടന്നിട്ടുണ്ടെങ്കിൽ ഹൈവേ ആണ്, അതുകൊണ്ടാട്ടോ. വേണ്ടോ, ഞാൻ അപ്പുറയും ഇപ്പുറയും ഉള്ള സ്ഥലങ്ങൾ. ഇവിടുന്ന് നമ്മളൊരു എന്താ പറയുക പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു, 30 രൂപയായിരുന്നു. വെളുത്തുള്ളിക്കൊക്കെ ചില സമയം ഇവിടെ വെളുത്തുള്ളി നമുക്ക് മറ്റേ എന്താ പറയുക സെപ്പറേറ്റ് അല്ലികൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 10 രൂപ എക്സ്ട്രാ കൂടുതലേ ഉണ്ടാവുള്ളൂ, 10 20 അത്രയാണ്. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളാണ്, കുഴപ്പമില്ല, നല്ല സ്കൂളാണെന്ന് പറഞ്ഞു കേട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഈ തലോണയ്ക്ക് 2 എണ്ണത്തിന് 100 രൂപ. ഇവിടെ ഇങ്ങനെ എല്ലാ സാധനവും തന്നെ കിട്ടും കേട്ടോ. ഇതൊക്കെ ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ ഒരു മലയാളിയുടെ ഗംഗാ സ്റ്റോഴ്സ് എന്നാട്ടോ പറയുന്നത്, അത് മലയാളിയുടെ കേട്ടോ. ഇത് നമ്മുടെ ടൗണിലേക്ക് ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെയൊക്കെ സൈഡിലേക്ക് വരുന്ന ഭാഗമാട്ടോ ഇതൊക്കെ. നസീനൂർ കുറേ മലയാളികളുണ്ട് കേട്ടോ. ഇവിടെ കടകളായിട്ടും ബേക്കറി ആയിട്ടും കുറേ പാലക്കാടുകാരാണേ, കുറേ പേരുണ്ട് മലയാളീസ്. ആദ്യം ചെന്ന് നമ്മൾ തപ്പി തമിഴ് പറയുമ്പോഴത്തേക്കും നമ്മളത് കാണുമ്പോൾ തന്നെ അവർ പറയും മലയാളത്തിൽ പറഞ്ഞു എന്ന് പറയും. അവരൊക്കെ ഏറ്റവും നല്ല കമ്പനിയായിട്ടോ. ഇത് നമ്മുടെ നസീനൂറിൻ്റെ റൗണ്ടാനയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഹൈവേയിലേക്ക് പോകും. ഈ റോഡിന് നമ്മൾ പറയുന്നത് ബൈപ്പാസ്, നസീനൂർ ബൈപ്പാസ് എന്ന് പറയണേ കേട്ടോ. നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകും, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു CSI പള്ളിയുണ്ട്. ഇതിൻ്റെ ബാക്കോട്ട് ഈ പള്ളിയുടെ ആ സൈഡ് ഫുള്ളും ഒരു ക്രിസ്ത്യൻ സെറ്റിൽമെൻ്റ് കേട്ടോ, CSIക്കാർ. ഇതൊരു ചെറിയൊരു സ്കൂള്. ഇവരുടെയൊക്കെ വീട് കാണണം, ചെറിയ വീടാണെന്ന് വിചാരിക്കരുത് കേട്ടോ, നല്ല പൈസയുള്ള ആൾക്കാരാണ് ഇവരുടെ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടും ഞങ്ങളുടെ ഓണറിൻ്റെ വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ വീടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും വലിയൊരു വീടാട്ടോ. എല്ലാവരുടെയും കയ്യിൽ നല്ല പൈസയുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇത് ദോശമാവ് വിൽക്കാൻ വെച്ചേക്കുന്ന കേട്ടോ, ഈ മഞ്ഞ കളറുള്ള പെയിൻറ്റ്. അവിടെ ഒരു ലിറ്ററിന് 30 രൂപ. ഞങ്ങൾ നേരത്തെയൊക്കെ മേടിക്കുമായിരുന്നു, ഇപ്പം മേടിക്കാറില്ല. ചില സമയത്ത് അതിന് ഭയങ്കര പുളിയാണ്, ഞങ്ങൾക്ക് ആർക്കും പുളിയുള്ള അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക കടകൾ, ATM കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ മലയാളികൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, MCR എന്ന് പറഞ്ഞിട്ടുള്ള, അവർ ഇവിടെ തൊട്ടടുത്താട്ടോ താമസിക്കുന്നത്. MCR അവരുടെ ഗോഡൗൺ ഇപ്പോൾ കാണിച്ചു തരാം. അതേണ്ട ഇതാണ് MCRൻ്റെ ഗോഡൗൺ വരുന്നത്. അതൊരു ഗോഡൗൺ ആണ്. അവരുടെ ശരിക്കും MCRൻ്റെ ഒരു മില്ലൊക്കെ ഉള്ളത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരണമെങ്കിൽ പറയണം കേട്ടോ. അവിടെ സൺഡേയിൽ അവർക്ക് ഡയറക്റ്റ് സെയിലും ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഇവിടുത്തെ ഒരു കളിസ്ഥലം പിള്ളേർക്ക്. അത് പുതിയതായിട്ട് വന്നത്. ഇത് നമ്മൾ കണ്ണടിച്ച് തുറക്കണതിന് മുന്നേ പാടം നികത്തിയിട്ട് ഇവിടെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഞാൻ കുറേ നാളായി ഈ വഴി വന്നിട്ട്, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഇത് ഇത്ര പെട്ടെന്ന് വന്നറിയോ, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് വന്നതാണ്. വേണ്ടേ ഈ നഴ്സറി പെട്ടെന്ന് വന്നു. ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. ഒരാഴ്ചയോ 2 ആഴ്ചയോ അത്രയും കണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ വഴി വരാറേ ഇല്ല നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ. അതുകൊണ്ട് ഇതിവിടെ എല്ലാം പാടത്തിനുള്ളിൽ എന്താ പറയുക വീടുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും കേരളം പോലെ തന്നെ ഇവിടെ എല്ലാവരും പാടമൊക്കെ നികത്തിയിട്ട് ഇവിടെ എന്താ പറയുക കെട്ടിടങ്ങളൊക്കെ വെച്ച്. ഇതിൻ്റെ ഉള്ളിൽ കുറേ തുണി മില്ലുകളൊക്കെ ഉണ്ട് കേട്ടോ.
അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കോട്ടൺ, ഇവിടെ നല്ല കോട്ടൺ മെറ്റീരിയൽസ് കിട്ടും കേട്ടോ, അടിപൊളിയായിട്ടുള്ള. നല്ല നോക്കി എടുക്കണേ. കളറൊക്കെ മുക്കാനൊക്കെ ആയിട്ട് കളറൊക്കെ പോകുന്നതുകൊണ്ട് ക്വാളിറ്റി ഉള്ളതിന് വില കൂടും. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ മുണ്ടുകൾ, നമ്മുടെ കള്ളിമുണ്ടൊക്കെ ഇല്ലേ, അത് ഇവിടെ മേക്ക് ചെയ്യുന്നത്. ഇത് ജിമ്മ്, ഞാൻ പോയിക്കൊണ്ടിരുന്നു, ഇപ്പോൾ പോകുന്നില്ല. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഇവർക്ക് പിന്നെ അമ്പലം വിട്ടിട്ട് ഒരു ഇടപാടും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. എല്ലാത്തിനും അമ്പലം, അത് വഴി അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും അമ്പലമുണ്ട് അവർക്ക്. ഇത് ഇവരുടെ റേഷൻ കടയാട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, പൈസക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്. ഇതിനകത്തൊരു വീടുണ്ട്, ഒരു സെൻറ്റിൽ തീർത്തൊരു വീടുണ്ട്, അടിപൊളിയാണ് കാണാനായിട്ട്. എൻ്റെ വീഡിയോയുടെ തുടക്കത്തിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സോറി, ക്ഷമിക്കുക, അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാർ. നല്ല രസമൊക്കെയാണ് കാണാനായിട്ട്. പിന്നെ ഈ ചെറിയ, അതായത് കണ്ടോ, ഇത് അംഗനവാടിയാണ്. ഇവിടുത്തെ ഒരു ചെറിയൊരു റൂം, അതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ അംഗനവാടി. ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചിനെ വിടണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചു. എൻ്റെ കൊച്ചിനെ അംഗനവാടിയിൽ വിട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ ഓരോ എന്താ പറയുക യൂണിറ്റുകളാട്ടോ. പേപ്പർ മില്ല, എന്താണ് കറക്റ്റ് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം അത്. ഇതൊക്കെ ഒരു മാസം 2 മാസമായിട്ടുള്ളൂ. അവിടെ നല്ല വയലായിരുന്നു. അയ്യോ മതി, എന്ത് രസമായിരുന്നു അറിയാമോ. ഇപ്പോൾ ഫുള്ള് ഇവിടെ കെട്ടിടങ്ങൾ വെച്ച്, ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. അവിടെ കള്ളുകുടിയന്മാരൊക്കെ വന്നിരുന്ന് കള്ള് കുടിക്കുന്ന സ്ഥലമാട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോകാറില്ല. നമ്മുടെ വീടിൻ്റെ സൈഡാട്ടോ. നിങ്ങൾ പല വീഡിയോയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ഭാഗങ്ങളൊക്കെ. ഞങ്ങളുടെ അങ്ങോട്ട് തിരിയുന്ന വഴിയാണ്. ഇത് നല്ല രസമാണ്. ഇവിടെ വളരെ കോമഡി ആയിട്ടുള്ള സ്ഥലം. ഇത്രയും നാൾ നേരെ നല്ല റോഡ് കണ്ടില്ലേ, ഇനി അങ്ങോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത് ടാറില്ലാത്തൊരു റോഡ്. അത് കണ്ടോ, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് കണ്ടോ, ഇത് ടാറില്ല, ഇവിടെ ടാറേ ഇല്ല. ബാക്കി അതിൻ്റെ അങ്ങോട്ട് തൊട്ട് നല്ല റോഡ്, അതിൻ്റെ അപ്പുറം കണ്ടോ, ഇത് തൊട്ട് നല്ല റോഡാണ്. ഞങ്ങളുടെ സ്ഥലം എത്തി കേട്ടോ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എത്തിയ. ഈ നാടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച സാധനങ്ങൾ. ഇവിടം കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.